ആത്മാവേ ഗുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. ആത്മാവേ ആത്മാവേ ഗുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. അവദൈവത്തിൻ അത്ഭുത ശക്തിയെ പുത്രൻ ഈശോതൻ വാഗ്ദാനം നീയേ. ആദിമ ചൈതന്യം നിറയും ഗുഹായേ. പരിശുദ്ധാത്മാവേ നീ നിത്യം വന്ദിരണേ. പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. പരിശുദ്ധാത്മാവേ നീ നിത്യം വന്ദിരണേ. പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ഈശോയെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. സ്നേഹമുള്ളവരെ, ഇന്നേ ദിവസം എൽ റുഹ ദൈവവചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമുക്കെല്ലാവർക്കും കർത്താവ് തരുന്ന ശക്തമായൊരു സന്ദേശമാണ് പ്രായമായവരെ ബഹുമാനിക്കുക എന്ന സന്ദേശം. പ്രായമായവരെ ബഹുമാനിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ബൈബിളിൽ നിറഞ്ഞു കവിഞ്ഞ് നിൽക്കുന്നുണ്ട്. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ മാതാപിതാക്കന്മാരുള്ള കടമകൾ എന്ന ഹെഡിങ്ങിൽ ഒത്തിരിയേറെ വചനങ്ങൾ നമുക്ക് ഈ മേഖലയിൽ കാണാനായിട്ട് സാധിക്കും. മാതാപിതാക്കന്മാരുള്ള കടമകൾ, അധികാരികളുള്ള കടമകൾ, മൂത്തവരോടുള്ള കടമകൾ, വൈദികർ, സിസ്റ്റേഴ്സ് അങ്ങനെയുള്ളവരോടുള്ള കടമകൾ, അവരൊക്കെ ബഹുമാനിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് വാഗ്ദാനത്തോടു കൂടിയുള്ള ആദ്യത്തെ കൽപ്പന. ഇതാണ് 10 കൽപ്പനകളിൽ. നീ ഭൂമിയിൽ ദീർഘകാലം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? നിനക്ക് ജന്മം തന്ന മാതാപിതാക്കളെയൊക്കെ ബഹുമാനിക്കണം എന്ന് കർത്താവ് നമ്മോട് കൽപ്പിക്കുകയാണ്. വാഗ്ദാനം ഇതാണ്. നിനക്ക് ഭൂമിയിൽ ദീർഘകാലം ജീവിക്കാൻ സാധിക്കണമെന്നുണ്ടോ? നീ നിൻ്റെ മാതാപിതാക്കളെ, അധികാരികളെ, മൂത്തവരെ ബഹുമാനിക്കുക. നമുക്കറിയാം, മൂത്തവരെ ബഹുമാനിക്കാനുള്ള ചൊല്ല് നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ മതങ്ങളിലുള്ളതാണ്. മൂത്തവരെ ബഹുമാനിക്കുക, പ്രായമായവരെ ബഹുമാനിക്കുക, വാർദ്ധക്യകാലത്ത് അവരെ സഹായിക്കുക. ഒരു പക്ഷേ നമ്മൾ വിദേശത്തൊക്കെ ആയിരിക്കാം തൊഴിൽ ചെയ്യുന്നത്. വിദേശത്താണെങ്കിലും തൊഴിൽപരമായ കാര്യങ്ങൾക്ക് നമ്മൾ വിദേശത്ത് പോകേണ്ടി വന്നാലും നമ്മുടെ മാതാപിതാക്കളോടുള്ള കടമകൾ, അവർക്ക് വേണ്ട ഭക്ഷണം, വസ്ത്രം, മറ്റ് മരുന്ന്, മറ്റ് കാര്യങ്ങളിലെല്ലാം നമ്മൾ ശ്രദ്ധ ചെലുത്തണമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ മേഖലയിൽ എന്തെങ്കിലും കുറവ് വന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ സമയം ദൈവത്തോട് നമുക്ക് മാപ്പ് ചോദിക്കാം. ഈ മേഖലയിൽ എന്തെങ്കിലും ഈ അനുഗ്രഹം നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ഉണ്ണാനും ഉടുക്കാനും ഉറങ്ങാനൊക്കെ വകതന്ന് ഈ രീതിയിലൊക്കെ വളർത്തി ഉയർത്തിയ മാതാപിതാക്കൾക്കെതിരെ, അല്ലെങ്കിൽ മൂത്തവർക്ക്, അധികാരികൾക്കെതിരെ, പ്രായമായവർക്കെതിരെ എന്തെങ്കിലും നമ്മുടെ ഭാഗത്ത് തെറ്റുപറ്റി പോയിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിച്ചുകൊണ്ട് ആ മേഖലയിൽ വലിയ അഭിഷേകം നമ്മിൽ നിറയാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് പ്രഭാഷകൻ്റെ പുസ്തകം 3-ാം അധ്യായം ഈ വചനങ്ങൾ നമ്മൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും ഉച്ചത്തിലേറ്റ് പറയുക. കുഞ്ഞുങ്ങളെ നിങ്ങളുടെ പിതാവായ എന്റെ വാക്ക് കേൾക്കുവിൻ. സുരക്ഷിതരായിരിക്കാൻ അതനുസരിച്ച് പ്രവർത്തിക്കുവിൻ. മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്ക്
അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവൻ തന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നു. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവന്റെ മക്കൾ സന്തോഷിപ്പിക്കും. അവന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തന്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. ദാസൻ എന്ന പോലെ അവൻ മാതാപിതാക്കന്മാരെ സേവിക്കും. പിതാവിനെ വാക്കിലും പ്രവൃത്തിയിലും ബഹുമാനിച്ച് അവന്റെ അനുഗ്രഹത്തിന് പാത്രമാവുക. പിതാവിന്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും. അമ്മയുടെ ശാപം അവയുടെ അടിത്തറ ഇളക്കും. മഹത്വം കാംക്ഷിച്ച് പിതാവിനെ അവമാനിക്കരുത്. പിതാവിന്റെ അവമാനം ആർക്കും ബഹുമതിയല്ല. പിതാവിനെ ബഹുമാനിക്കുന്നവൻ മഹത്വം ആർജിക്കുന്നു. അമ്മയെ അനാദരിക്കുന്നവൻ അപകീർത്തിക്കിരയാകും. മകനെ പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക. മരിക്കുന്നത് വരെ അവന് ദുഃഖമുണ്ടാക്കരുത്. അവന് അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കുക. നീ എത്ര ബലവാനാണെങ്കിലും അവനെ നിന്ദിക്കരുത്. പിതാവിനോട് കാണിക്കുന്ന കാരുണ്യം വിസ്മരിക്കപ്പെടുകയില്ല. പാപങ്ങളുടെ കടം വീട്ടുന്നതിന് അത് ഉപകരിക്കും. കഷ്ടതയുടെ ദിനത്തിൽ അത് നിനക്ക് കാരുണ്യത്തിനായി ഭവിക്കും. സൂര്യപ്രകാശത്തിൽ മൂടൽമഞ്ഞ് എന്ന പോലെ നിന്റെ പാപങ്ങൾ മാഞ്ഞു പോകും. പിതാവിനെ പരിത്യജിക്കുന്നത് ദൈവദൂഷണത്തിന് തുല്യമാണ്. മാതാവിനെ പ്രകോപിപ്പിക്കുന്നവൻ കർത്താവിന്റെ ശാപം ഏൽക്കേണ്ടി വരും. പറഞ്ഞേ ഹല്ലേലൂയാ. ഇരുകരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. സ്നേഹമുള്ളവരെ കണ്ടല്ലോ, മാതാവിനെ പ്രകോപിപ്പിക്കുന്നവൻ കർത്താവിൻ്റെ ശാപം ഏൽക്കുമെന്നാണ് പറയുക. മാതാവിനെ പ്രകോപിപ്പിക്കുന്നവൻ മാതാവിൻ്റെ ശാപം ഏൽക്കുന്നല്ല, കർത്താവിൻ്റെ ശാപം ഏൽക്കേണ്ടി വരും. അതായത് മാതാപിതാക്കന്മാർ നല്ല മാതാപിതാക്കന്മാരാണെങ്കിൽ അവരെ ബഹുമാനിക്കുക. മോശപ്പെട്ടവരാണെങ്കിൽ മദ്യപന്മാരും മറ്റു ദുശീലങ്ങളുള്ളവരൊക്കെ ആണെങ്കിൽ അവരെ ബഹുമാനിക്കേണ്ട. അങ്ങനെയല്ല ബൈബിളിൽ എഴുതി വച്ചിരിക്കുക. നിൻ്റെ മാതാപിതാക്കളാണോ അധികാരികളാണോ മൂത്തവരാണോ അവർക്ക് ബഹുമാനം കൊടുക്കുക. ബഹുമാനം കൊടുക്കേണ്ടവന് ബഹുമാനം, ആദരം കൊടുക്കേണ്ടവന് ആദരം. പലരും മാതാപിതാക്കൾക്കെതിരെ അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് അവർക്കെതിരെ കേസ് കൊടുക്കുന്നവരുണ്ട്, അവരടിക്കുന്നവരുണ്ട്, അവർക്കെതിരെ ഒത്തിരിയേറെ ഇല്ലാ കഥ പറഞ്ഞു വരുത്തുന്നവരും ദേഷ്യപ്പെടുന്നവരൊക്കെയുണ്ട്. അവരുടെ തെറ്റ് കണ്ടിട്ട് തിരുത്താൻ പോകുന്നതായിരിക്കാം. പക്ഷെ അതുകൊണ്ടാണ് റോമക്കാർക്കെതിരെ ലേഖനം 12:19 കർത്താവ് പറയുകയാണ്, പ്രതികാരം എൻ്റേതാണ്, ഞാൻ പ്രതികാരം ചെയ്യുമെന്ന് ദൈവമായ കർത്താവ് അരുൾ ചെയ്യുകയാണ്. നമ്മുടെ അധികാരികളോ നമ്മുടെ മാതാപിതാക്കൾക്കോ എന്തെങ്കിലും തെറ്റുകൾ പറ്റിക്കഴിഞ്ഞാൽ നമ്മളായിട്ട് പ്രതികാരം ചെയ്യാൻ പോണ്ട. അതൊക്കെ ദൈവം നോക്കിക്കോളും. അതൊക്കെ ദൈവത്തിൻ്റെ കരുണയിൽ അവരെ ഏൽപ്പിച്ചുകൊണ്ട് നിൻ്റെ മാതാപിതാക്കളാണോ അധികാരികളാണോ ക്ഷമിക്കുക, അവരെ സ്നേഹിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കുക. അത് സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ഈ വചനഭാഗത്തോടെ ദൈവം നമുക്ക് ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ്. ഏറ്റുപറഞ്ഞ വചനത്തിൻ്റെ അഭിഷേകം നമ്മിൽ നിറയാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇരു കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഷിയാ റിയാ 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 റിയാ
ഹല്ലേലൂയ ഹല്ലേലൂയ. ശബ്ദമുയർത്തി സ്തുതിക്കുന്നു. അഭിഷേകം വ്യാപരിക്കട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ശബ ഹാല ബാല 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 ബാല. വിശുദ്ധ കുർബാനയിലേക്ക് നോക്കിക്കൊണ്ട് സ്തുതിക്കുന്നു. ഷിയാ റിയ 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 റിയ. തിരുരക്തത്താ കഴുകണമേ, പരിശുദ്ധാത്മാനെ നിറയ്ക്കണമേ, ബന്ധനങ്ങൾ അഴിക്കണമേ. ആലുലിയ 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 ആലുലിയ. കർത്താവെ കരുണയായിരിക്കണേ, യേശുവെ കരുണയായിരിക്കണമേ. ഷിയാ റിയ റിയ. മാതാപിതാക്കളെ സ്നേഹിക്കാൻ, അധികാരികളെ സ്നേഹിക്കാൻ, ഗുരുബോധരെ സ്നേഹിക്കാനുള്ള കൃപ ലഭിക്കട്ടെ, ബഹുമാനിക്കാനുള്ള കൃപ ലഭിക്കട്ടെ, മാതാപിതാക്കളുടെ അനുഗ്രഹം ലഭിക്കട്ടെ. ആലുലിയ 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 ആലുലിയ. നാലാം പ്രമാണത്തിന് വിരുദ്ധമായി എന്തെങ്കിലും തെറ്റുകൾ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുന്ന യേശുവേ. ആലുലിയ 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 ആലുലിയ. കരുണയായിരിക്കണേ യേശുവേ, കരുണയായിരിക്കണേ യേശുവേ. കരങ്ങളടിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കുന്നു. യേശുവിലേക്ക് നോക്കിക്കൊണ്ട്. എനിക്കെന്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാമെന്നേശുവത്രേ. ഞാനവൻ കരങ്ങളിൽ സുരക്ഷിതനാ, യേശു മതിയായവൻ. എനിക്കെന്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാമെന്നേശുവത്രേ. ഞാനവൻ കരങ്ങളിൽ സുരക്ഷിതനാ, യേശു മതിയായവൻ. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. ശബ്ദമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹാലുലിയ ഹാലുലിയ ഹാലുലിയ. ദൈവത്തിന്റെ ആത്മാവേ, പിതാവായ ദൈവമേ, പുത്രനായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, അമലോൽപം മറിയമേ, മാലാഖമാരെ, മുഖ്യദൂതന്മാരെ, സ്വർഗത്തിലെ വിശുദ്ധരെ ഞങ്ങളിലേക്ക് ഇറങ്ങണമേ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളിലേക്ക് ഇറങ്ങണമേ. ഞങ്ങളെ ശക്തിപ്പെടുത്തണേ, സഹായിക്കണേ, സംരക്ഷിക്കണേ, വിശുദ്ധീകരിക്കണേ, രൂപാന്തരപ്പെടണേ, തിരത്തത്ത കഴിയണമേ. സകല ക്ഷുദ്രം, മന്ത്രവാദ, ആഭിചാര, ഗുഡോത്ര, ദുഷ്ടദോഷം, പൈശാചിക പിടള്, ബാധകള്, കൈവിഷങ്ങള് ഞങ്ങളുടെ കുടുംബത്തിന് ആലയത്തിൽ നിന്ന് ദൂരെ ഏറ്റണമേ. പാപകരമായ സകലതും അസൂയ, ചതി, വഞ്ചന ഞങ്ങൾ നിന്നേക്കുമായി വിട്ടുപോട്ടെ. സർവ്വശതനായ ദൈവത്തിന്റെ ശതിയ രക്ഷകനായ യേശുവിന്റെ നാമത്തിലും പരിശുദ്ധ കന്യാമന്റെ ശതിയുടെ മധ്യസ്ഥാനം മികാർ അപായ ഗബ്രിയമാനമാരുടെ ശക്തമായ ശാന്ത സംരക്ഷണത്താലും ഞങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലോ കുടുംബത്തിലെ വ്യക്തിച്ചുള്ള സമൂഹം എല്ലാ ധർമ്മങ്ങളും വെള്ളത്തിലോ വായിലൂടെ വസ്ത്രത്തിലോ ഭക്ഷണം കടന്നു വന്ന മാനസിക, ശാരീരിക, ആത്മീയമായുള്ള മാനുഷികവും പ്രാപഞ്ചവും പൈശാചികമായുള്ള സകല ബന്ധനങ്ങളും മത്തായി 4:10, ലൂക്കാ 4:2, മർക്കോസ് 16:5, ഒന്നിയോന 3:8 പിശാചിന്റെ പ്രവർത്തികളെ നശിപ്പിക്കാൻ വേണ്ടിയ ദൈവപുത്രം വന്നി വചനശതിയ സകലവിധ പ്രഗതിസ്വാമി ഇടിമിനി ഇടിവെട്ട് നാശഘട്ടങ്ങള് ഉറപ്പ് ഉദ്ദേശ വാസി വൈരാഗം തർക്കം കലഹങ്ങൾ പ്രശ്നങ്ങൾ പ്രതിസന്ധികള് ജഡികാസ് ദിവ്യാസ് കോപാസ് ഭക്ഷണാസതി സ്വയംഭോഗം സ്വർഗഭോഗം തെറ്റായ ബന്ധങ്ങൾ സ്നേഹങ്ങൾ വ്യഭിചാര ദുർബോധം അഹങ്കാര അസൂയ അലസം മോഹം കോപം കൊതി വിവാഹ തടസ്സം ജോലി തടസ്സം വിൽപ്പന തടസ്സം യാത്രാ തടസ്സം പഠനാടസ്സം കോടതിയിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് കണ്ണ് മൂക്ക് ചെവി നാക്ക് തൊക്ക് ആന്തരേന്ദ്രിയം ബാഹ്യേന്ദ്രിയം ചെറുതുമായ രോഗപീഠകള് അമിതമായ ഭയം ദുഃഖം നിരാശ അപകർഷതാബോധം കുറ്റബോധം ലജ്ജ തൊട്ടവാടി സ്വഭാവം വിശ്വാസക്കുറവിന്റെ ദുരാത്മാവ് ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കാൻ വചനം വായിക്കാൻ ജപമാചരണ തടസ്സങ്ങൾ രോഗശാന്തി തടസ്സങ്ങൾ സന്ദേശങ്ങൾ കിട്ടാൻ തടസ്സങ്ങൾ വന്യജീവികളുടെ ക്ഷുദ്രജീവികളുടെ ആക്രമണങ്ങൾ അതിന്റെ പിന്നിപ്പത്തേക്ക് പൈശാചിക അരീവികൾ അന്ധകാര ശക്തികളെ സാത്താന ശക്തികളെ ദുഷ്ടശക്തികളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. യേശു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. യേശു നാമത്തിൽ ഞാൻ ബഹിഷ്കരിക്കുന്നു. ഈശ്വര കുരിശിൽ ആട്ടിപ്പായിക്കുന്നു. ഇനി മേലൊരിക്കലും ഞങ്ങളുടെ കുടുംബത്തിലോ കൂട്ടായ്മയിലോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ പ്രവേശിച്ചെന്ന് സാത്താനെ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു. വിട്ടുപോട്ടെ. ഹാലുലിയ ആലുലിയ 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 ഷിയാ റിയ 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 ഷിയാ റിയ റിയ. ശബ്ദമയത്ത് സുധിച്ചൻ. ഹാലുലിയ ആലുലിയ 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 കരമടിച്ചുകൊണ്ട് സമാധാനമുള്ള കുടുംബം തരും, കുടുംബത്തിലേവർക്കും രക്ഷ തരും, പുതിയ വഴികളെ തുറന്നു തരും യേശു മതിയായവൻ. സമാധാനമുള്ള കുടുംബം തരും, കുടുംബത്തിലേവർക്കും രക്ഷ തരും, പുതിയ വഴികളെ തുറന്നു തരും യേശു മതിയായവൻ.
യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. എല്ലാവരും ശക്തമായി സ്തുതിക്കുന്നു. കുടുംബ പ്രശ്നങ്ങളെ സമർപ്പിക്കും, മാതാപിതാക്കളെ സമർപ്പിക്കും, അധികാരികളെ സമർപ്പിക്കും, വികാരിച്ചനെ സമർപ്പിക്കും, എല്ലാ വൈദികരെ, സിസ്റ്റേഴ്സ്, ആത്മായ പ്രേക്ഷകരെ, പിതാക്കന്മാരെ സമർപ്പിക്കുന്നത്. ഹാലുലി അലു മൂത്തവരെ സമർപ്പിച്ച് സ്തുതിക്കും. എല്ലാവരും വാതുറന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കും. കഴിയണമേ, പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ. ഏറ്റു പറഞ്ഞ വചനം 30 മേനി 60 മേനി 100 മേനി ഫലം പ്രവർത്തിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന യേശുവേ. പൂർവ്വയിലൂടെ കടന്നു വന്ന പാപ ശാപ ബന്ധനങ്ങൾ വിട്ടുപോട്ടെ. കെട്ടുകളെല്ലാം അഴിയട്ടെ, ബന്ധനങ്ങളെല്ലാം അഴിയട്ടെ. ആലുലി 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 ആലുലിയ 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 സബഹാല ബാല 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 ശിരിരിരിരിരിരി 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 സ്തുതിക്കുന്നു. ശിരിരിരിരിരിരിരി യേശുവിലേക്ക് നോക്കി സ്തുതിക്കുന്നു. ശിരിരിരിരിരിരിരി സ്വസ്ഥാന്തിരുന്നുകൊണ്ട് സ്തുതിക്കുന്നു. ശിരിരിരിരിരിരിരി ഹാലലിയ 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 പറഞ്ഞ് സ്തുതിക്കുന്നു. ഹാലലിയ 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 ഷി അരിയ 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 ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിച്ചേൻ. ശിരിരിരി പഠിക്കുന്ന കുട്ടികളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പല കുട്ടികളുടെയും പഠന മേഖലകളെ കർത്താവ് ഇപ്പോൾ അനുഗ്രഹിക്കുന്നുണ്ട്. വായ്പുണ്ട് പൂർണ്ണ സൗഖ്യം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. വിശുദ്ധ ചാവറച്ചനോട് പ്രത്യേകം നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈശോ ഇടപെടുന്നുണ്ട്. ചാവറപിതാവിൻ്റെ വലിയ മാധ്യസ്ഥ ആ വ്യക്തിക്ക് ലഭിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കുട്ടികൾ മിസ്കാരേജ് വരുന്ന ഒരു വ്യക്തിയെ കാണിക്കുകയാണ്. കുട്ടികളുണ്ടാവും, മിസ്കാരേജ് വന്ന് ഗർഭലസി പോകും. ആ വ്യക്തിയോട് കഴുത്തിൽ ഒത്തിരിയും ധരിക്കാൻ കർത്താവ് ആവശ്യപ്പെടുന്നുണ്ട്. ആ വ്യക്തിക്ക് കുഞ്ഞുങ്ങളെ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ആ വ്യക്തി പിന്നീട് സാക്ഷ്യപ്പെടുത്താൻ ഈശോ സന്ദേശം തരികയാണ്. കുമ്പസാരിക്കാൻ, ഒരു തുറന്ന കുമ്പസാരം നടത്താൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും സന്ദേശം തരികയാണ്. ഒരു തുറന്ന കുമ്പസാരം നടത്താൻ ഈശോ പറയുന്നു. സുഖപ്രസവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആരോ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രസവം കോംപ്ലിക്കേറ്റ് ആയിരിക്കുന്നതൊക്കെ പേടിച്ച് സുഖപ്രസവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആൾക്ക് അതിൻ്റെ എല്ലാ കോംപ്ലിക്കേഷൻസും മാറ്റിക്കൊടുത്ത് സുഖപ്രസവം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ബന്ധന പ്രാർത്ഥന ചെല്ലാൻ എല്ലാവർക്കും സന്ദേശം തരികയാണ്. ഇത് കൂടിക്കൊണ്ടിരിക്കുന്ന എല്ലാവരോടും ബന്ധന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരികയാണ്. ഒത്തിരി ബന്ധനങ്ങൾ അഴിയുമെന്ന് ഈശോ പറയുന്നു. അതുപോലെ തന്നെ 91 സങ്കീർത്തനം, എല്ലാ ദിവസവും 91 സങ്കീർത്തനം ചൊല്ലാൻ പ്രാർത്ഥിക്കാൻ കർത്താവ് എല്ലാവർക്കും സന്ദേശം തരികയാണ്. മുടികൊഴിച്ചിൽ കർത്താവ് പൂർണ്ണ സൗഖ്യം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. അധ്യാപകരെ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ചില അധ്യാപകരെ കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കുന്നുണ്ട്. തൊണ്ടയിൽ അസ്വസ്ഥത കർത്താവ് എടുത്തു മാറ്റി ചിലരെ കർത്താവ് ഈ ശുശ്രൂഷയിൽ അനുഗ്രഹിക്കുന്നുണ്ട്. തൊണ്ട സംബന്ധമായ ഓപ്പറേഷൻ ഒരുങ്ങുന്നൊരു മകളോട് ഭയപ്പെടേണ്ടെന്ന് കർത്താവ് സന്ദേശം തരികയാണ്. ട്യൂബ് പ്രഗ്നൻസി ആയ ഒരു മകളെ കർത്താവ് സ്പർശിക്കുന്നു. അന്നനാളം മുഴുവനും അൾസർ വന്ന് പഴുത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ശരീരം മുഴുവനും കടന്നലിൻ്റെ കുത്തേറ്റ് ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. വയറ്റിലും മുഴയുള്ള സാലി എന്ന മകളെ കർത്താവ് സുഖപ്പെടുത്തുന്നു. വെയിൽ കൊള്ളുമ്പോൾ ശരീരം മുഴുവൻ തടിച്ചു പൊന്തുന്ന അലർജി രോഗമുള്ള ഒരു മകനെ സൗഖ്യം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. കുഞ്ഞൂസ് എന്ന് വിളിപ്പേരുള്ള ഒരു കുട്ടിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. പീരീഡ് സമയത്തെ അസഹനീയമായ വേദന, പെയിൻ കില്ലർ കഴിച്ചാൽ പോലും കുറയാത്ത അവസ്ഥയുള്ള മകൾക്ക് കർത്താവ് സൗഖ്യം നൽകുന്നുണ്ട്. സാക്ഷ്യപ്പെടുത്താൻ ഈശോ പറയുകയാണ്. ലങ് ക്യാൻസർ ബാധിച്ചൊരു മകനെ കർത്താവ് സുഖപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. മഞ്ഞപ്പിത്തം ബാധിച്ച അനൂപ് എന്ന മകനെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. ദഹനക്കുറവുള്ള തല മൊട്ടയടിച്ചൊരു കുഞ്ഞിന് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. യൂറിനറി ബ്ലാഡർ ഇറങ്ങി വരുന്ന മോളി എന്ന മകളോട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ സന്ദേശം തരുന്നു. സ്റ്റെപ്പിൽ നിന്ന് തലയിടിച്ച് വീണ് പരിക്ക് പറ്റിയിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സുഖപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ഹാർട്ട് സംബന്ധമായ രോഗമുള്ള അൽഫോൺസ ചാക്കോ ഇവരെ കർത്താവ് സുഖപ്പെടുന്നു. ഗർഭാശയത്തിൽ മുഴയുള്ള സെലിൻ എന്ന മകൾക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. അമിതമായ ടെൻഷൻ മാറ്റി 13 പേരെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ബിസിനസ് തകർന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിയോട് വൈദികരെയും സഭയെയും വിമർശിക്കരുതെന്ന് കർത്താവ് സന്ദേശം തരികയാണ്. ഒരു അപകടത്തെ തുടർന്ന് താടിയിലിന് സർജറി കഴിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സുഖപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. പൈൽസ് രോഗം 3 പേർക്ക് പൈൽസ് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ജോലിയുമായി ബന്ധപ്പെട്ട് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. മൂത്രസഞ്ചി ഇറങ്ങി വരുന്ന അവസ്ഥ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു.
ശക്തമായ രീതിയിൽ കുറേ സമയത്തേക്ക് എക്കിളിടുന്ന അവസ്ഥ ഒരാൾക്ക് അതിൽ വിടുന്ന നൽകി അനുഗ്രഹിക്കുന്നു. അനീഷ് എന്നൊരു പേര് ഈശോ തരുന്നു. ആ വ്യക്തിയുടെ ജീവിതത്തിൽ, അനീഷിൻ്റെ ജീവിതത്തിൽ കർത്താവ് ശക്തമായിട്ട് ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. മകളുടെ തെറ്റായ സ്നേഹബന്ധം കാരണം നിരന്തരം കലഹം നടക്കുന്ന ഒരു കുടുംബത്തെ കാണിക്കുന്നു. തെറ്റായ ബന്ധങ്ങൾ, ദൈവത്തിന് നിരക്കാത്ത ബന്ധങ്ങൾ, മാതാപിതാക്കൾക്ക് ഇഷ്ടമില്ലാത്ത ബന്ധങ്ങൾ ഉപേക്ഷിക്കാൻ കർത്താവ് സന്ദേശം നൽകുകയാണ്. നാളുകളായി അസിഡിറ്റി മൂലം വിഷമിക്കുന്ന 5 പേർക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ചെവി പഴുത്ത് ശക്തമായ വേദന കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. വിശുദ്ധ അൽഫോൺസമ്മയോട് പ്രത്യേകം മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തിൽ കർത്താവ് ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. തൈറോയിഡ് രോഗിയെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ടെസി എന്ന മകളുടെ കാഴ്ചയുടെ കണ്ണിൻ്റെ മങ്ങൽ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ചിന്നു എന്ന് വിളിപ്പേരുള്ള വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ശക്തമായ വയറുവേദനയോടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരു മകൾക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ജോലി ചെയ്യുമ്പോഴും വണ്ടി ഓടിക്കുമ്പോഴും ശക്തമായ കൈത്തരിപ്പ് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഡിസ്ക് ബൾജിങ് കർത്താവ് ഒരാൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. പെയിൻറ്റിങ് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയുടെ പനി കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. സ്ട്രോക്ക് വന്ന് ഒരു വശം തളർന്നുപോയൊരു സഹോദരനെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. സൂസൻ എന്ന മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഒരു ഭവനത്തിൽ നിന്നും തേരട്ട ശല്യം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. 16 വർഷത്തോളമായിട്ടുള്ള പൈൽസ് രോഗം ഒരു സഹോദരനെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ബീന എന്ന മകളുടെ ഛർദി കർത്താവ് സുഖപ്പെടുത്തുന്നു. കാൽപാദം വിണ്ടുകീറി പൊട്ടുന്ന അവസ്ഥ ഒരു സഹോദരിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. മൂക്കടപ്പ് മൂലം വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കൈക്കുഞ്ഞിനെ കർത്താവ് സുഖപ്പെടുത്തുന്നു. സ്പൈനൽ കോഡിന് ക്ഷതം സംഭവിച്ചൊരു വ്യക്തിയെ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തുന്നു. ഇയർ ബാലൻസിൻ്റെ പ്രശ്നമുള്ള 4 പേരെ കർത്താവ് സുഖപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ബ്യൂട്ടി പാർലർ നടത്തുന്ന മേരി എന്ന മകളോട് ദശാംശം കൊടുത്ത് ദൈവശുശ്രൂഷയെ സഹായിക്കാൻ ഈശോ പറയുന്നു. ബാലൻ എന്ന സഹോദരൻ്റെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. മെഡിക്കൽ ഷോപ്പ് നടത്തുന്ന ഒരു വ്യക്തിയുടെ കാലിലെ വേരിക്കോസ് കർത്താവ് സുഖപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. 1/2 ഏക്കർ സ്ഥലത്തിൻ്റെ വിൽപ്പനാ തടസ്സം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. ദശാംശം കൊടുക്കാൻ ഈശോ പറയുന്നു. ആസ്മ രോഗമുള്ള ഒരു വ്യക്തിയെ കർത്താവ് സുഖപ്പെടുന്നുണ്ട്. സോഡിയം കുറയുന്നത് മൂലം ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്ന വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ വയറുവേദന വരുന്ന വയറ്റിൽ അൾസറുള്ള വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. രഞ്ജിത എന്ന മകളോട് ശക്തമായ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്നു. ചെവിക്ക് കേൾവിക്കുറവ് മൂലം ഹിയറിംഗ് എയ്ഡ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സുഖപ്പെടുന്നു. ആഹാരം ഇറക്കാൻ ബുദ്ധിമുട്ടുള്ള, തൊണ്ടയിൽ ക്യാൻസർ ആണോ എന്ന് ഭയപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് കാണിക്കുന്നു. റാണി എന്ന മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നു. മലേഷ്യയിൽ നിന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന 2 പേരെ കർത്താവ് അനുഗ്രഹിക്കുന്നു. മിച്ചു എന്ന് വിളിക്കപ്പെടുന്ന ഒരു കുട്ടിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ക്യാൻസർ രോഗിയായ ഒരു സിസ്റ്ററിനെ കർത്താവ് സുഖപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. 2 വയസ്സ് കഴിഞ്ഞിട്ടും സംസാരിക്കാൻ തുടങ്ങാത്ത ഒരു പെൺകുഞ്ഞിനെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് കാണിക്കുന്നു. സിസ്റ്റർ ആവാൻ ഏറെ ആഗ്രഹിക്കുന്ന, എന്നാൽ അതിനോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്ന മാതാപിതാക്കളോട് മകളെ സിസ്റ്റർ ആവാൻ സമർപ്പിക്കാൻ കർത്താവ് മാതാപിതാക്കൾക്ക് സന്ദേശം തരുന്നു. ഒരു 2 നില വീടിൻ്റെ മതിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. രക്തത്തിൽ പ്ലേറ്റ്ലേറ്റിൻ്റെ അളവ് കുറവുള്ള ഒരു മകളെ കർത്താവ് സുഖപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. വിശാഖപട്ടണം എന്ന ഭാഗത്തു നിന്ന് ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന ഒരാളെ കർത്താവ് അനുഗ്രഹിക്കുന്നു. 40 സെൻറ്റ് വരുന്നൊരു സ്ഥലത്തിൻ്റെ വിൽപ്പന തടസ്സം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. ഒരു കുട്ടിയുടെ ശരീരത്തിലെ ചൊറിച്ചിൽ കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് വയറുവേദന വരുന്ന, വീട്ടിൽ ഉറുമ്പ് ശല്യമുള്ള ഒരു സഹോദരിയോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം നൽകുകയാണ്. കുമ്പസാരിച്ചിട്ട് വർഷങ്ങളായ റേഡിയോയിൽ പ്രോഗ്രാമുകൾ ധാരാളം കേൾക്കാൻ ഏറെ ഇഷ്ടമുള്ള ഒരു സഹോദരനോട് ഒരു തുറന്ന കുമ്പസാരം നടത്തി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ അഭിഷേകം കർത്താവ് ഈ സമൂഹത്തിൽ വർഷിക്കുന്നതിനോട് നന്ദി പറഞ്ഞുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ചേൻ. ഹാലലിയ 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 ഷി അരിയ 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 യേശുവേ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹാലലിയ ഹാലലിയ ഹാലലിയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. എൻ്റെ പേര് ധന്യ. ഞാൻ ഇരിട്ടിയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ കടലുണ്ടി ധ്യാന കേന്ദ്രത്തിൽ ശനിയാഴ്ചത്തെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഇവിടുത്തെ റാഫേൽ അച്ഛൻ സന്ദേശത്തിലൂടെ പറഞ്ഞു, അരി നിരന്തരം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മകളെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ വന്ന ആ മകൾ സാക്ഷ്യപ്പെടുത്തണമെന്ന് പറഞ്ഞു. അത് ഞാനാണെന്ന് ഞാൻ വിശ്വസിച്ചു. എനിക്ക് അരി നിരന്തരം കഴിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അരി കാണുമ്പോൾ ഇങ്ങനെ പെറുക്കി പെറുക്കി തിന്നാനുള്ള അതിനോടൊരു ഭയങ്കരമായ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. ഒരുപാട് വർഷങ്ങളായിട്ട് എനിക്ക് ഈ സ്വഭാവം ഉണ്ടായിരുന്നു. അച്ഛൻ സന്ദേശത്തിലൂടെ വിളിച്ചു പറഞ്ഞതിൻ്റെ ഫലമായി എനിക്ക് പിന്നീട് അങ്ങനെയൊരു സ്വഭാവം ഉണ്ടായിട്ടില്ല. പിന്നെ എനിക്ക് ആ അരി എടുക്കാനുള്ള എൻ്റെ ആ തീഷ്ണത കുറഞ്ഞു വന്നു. ഇപ്പോൾ പരിപൂർണമായിട്ടും ആ ഒരു ദുശീലം എനിക്കില്ല. അതിനകത്തു നിന്നെല്ലാം എനിക്ക് വിടുതൽ ലഭിച്ചു. പിന്നെ ഞാനിവിടെ 2ാമത്തെ പ്രാവശ്യം കൺവെൻഷന് വന്നപ്പോൾ ഇതേപോലെ തന്നെ എൻ്റെ കൊച്ചിന് ചുമയായിരുന്നു. 6 മാസത്തോളം അടുപ്പിച്ച് എൻ്റെ കൊച്ചിന് അലർജിയുടെ ചുമയായിരുന്നു. ഡോക്ടർമാരെ എല്ലാം പോയി കണ്ടു, ഒരു ഫലവും ഉണ്ടായിരുന്നില്ല. ഇംഗ്ലീഷ് മരുന്നും ഹോമിയോ മരുന്നും മാറി മാറി കൊടുത്തിട്ടും ഒരു ഫലവും ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ റാഫേൽ അച്ഛൻ സന്ദേശത്തിലൂടെ പറഞ്ഞു, ഒരു വീട്ടിൽ നിരന്തരമായിട്ട് രോഗങ്ങളാണ്, വിട്ടുമാറാൻ ആകുന്നില്ല. അതിനവർ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്: മരിച്ചുപോയവർക്ക് വേണ്ടി കുർബാന അർപ്പിക്കുക, ബന്ധന പ്രാർത്ഥന ചൊല്ലുക, ഉപ്പ് വിതറുക. അച്ഛൻ ഈ പറഞ്ഞ പ്രകാരം ഞാൻ ഭവനത്തിൽ പോയി
വന്ദന പ്രാർത്ഥന ചൊല്ലുകയും ഉപ്പ് വിതറുകയും കുർബാന അർപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ എൻ്റെ കൊച്ചിനൊരു അസുഖവും ഇല്ല. അവൻ്റെ ചുമ പരിപൂർണമായിട്ടും കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിച്ചു. പിന്നെ എൻ്റെ വീട്ടിൽ ചെള്ളിൻ്റെ ശല്യം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പെരയ്ക്കകത്തും മുറ്റത്തും എല്ലാം ചെള്ളിൻ്റെ ശല്യം ഉണ്ടായിരുന്നു. അപ്പോൾ കടലുണ്ടി ധ്യാന കേന്ദ്രത്തിൽ നിന്ന് കൊണ്ടുപോയ ഉപ്പും ബന്ധന പ്രാർത്ഥനയെല്ലാം ഞാൻ ചൊല്ലുമായിരുന്നു. ചെള്ളിൻ്റെ ശല്യം പൂർണ്ണമായിട്ടും മാറി ഇവിടെ വന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്താമെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ അത് ഒരാഴ്ച കഴിഞ്ഞും 2 ആഴ്ച കഴിഞ്ഞും അതിൻ്റെ ശല്യം മെല്ലെ മെല്ലെ കുറഞ്ഞു വന്നു. ഇപ്പോൾ അത് കൂട്ട് ശല്യമേ ഇല്ല. ഇതെല്ലാം തന്ന് അനുഗ്രഹിച്ച ദൈവമേ നന്ദി, ദൈവമേ സ്തുതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, വലിയൊരു സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഈ അരി തിന്നുന്ന ശീലം അത് ഇവിടെ വന്ന് ധ്യാനിച്ചതിൻ്റെ ഫലമായി വലിയ വിടുതൽ നൽകി കർത്താവ് അനുഗ്രഹിക്കുകയാണ്. മാത്രമല്ല, ഇവിടുന്ന് വിളിച്ചു പറയുന്ന ഓരോ കാര്യങ്ങളും സന്ദേശങ്ങൾ തനിക്കുള്ള സന്ദേശമാണെന്ന് മനസ്സിലാക്കി തൻ്റെ വീട്ടിലുണ്ടല്ലോ തുടർച്ചയായ രോഗപീഠകൾ, അപ്പോൾ എന്നോടായിരിക്കാം ഈശോ പറയുന്നതെന്ന് മനസ്സിലാക്കി ഇവിടെ നിന്നുള്ള ബന്ധന പ്രാർത്ഥനാ പുസ്തകങ്ങൾ വാങ്ങിക്കൊണ്ട് ഈ ബന്ധന പ്രാർത്ഥന ചൊല്ലിയും ഭൂതോച്ചാരണ വസ്തുക്കൾ വെഞ്ചരിച്ച കല്ലുപ്പും അങ്ങനെ തേനും ഒലിവ് ഓയിലൊക്കെ ഉപയോഗിച്ചും അങ്ങനെ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചും അങ്ങനെ ഇവിടുന്ന് കിട്ടിയ നിർദ്ദേശങ്ങളനുസരിച്ച് ആ സഹോദരി ആ മകളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചപ്പോൾ കിട്ടിയ വലിയൊരു വിടുതലും സൗഖ്യമാണ് ആ മകൾ നമ്മുടെ മുമ്പിൽ സാക്ഷ്യമായിട്ട് അവതരിപ്പിച്ചത്. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഇന്നും പ്രത്യേകമായിട്ട് കർത്താവ് തന്നൊരു സന്ദേശമാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും. ബന്ധന പ്രാർത്ഥന ചൊല്ലാനുള്ള സന്ദേശം, 91-ാം സങ്കീർത്തനം ചൊല്ലാനുള്ള സന്ദേശം, തുറന്നൊരു കുമ്പസാരം നടത്താനുള്ള സന്ദേശം, അങ്ങനെ ആ സന്ദേശങ്ങളൊക്കെ സ്വീകരിക്കുക. അതിൽ മറ്റൊരു വലിയ സന്ദേശമാണ് മൂത്തവരെ ബഹുമാനിക്കാനുള്ള സന്ദേശം. അതിനെല്ലാമുള്ള കൃപ നമുക്ക് യാചിച്ചുകൊണ്ട് കർത്താവ് സന്നിധിയിൽ മുട്ടുകൾ കുത്തി കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ചേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കുന്നു. ശബ്ദമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കുന്നു. ഷിയാരിയ അനുഗ്രഹം ആഗ്രഹിച്ച് സ്തുതിക്കുന്നു. കരുണാമയ കനിയേണമേ, ദൈവപിതാവേ കനിയേണമേ, കരുണയായിരിക്കേണമേ, എന്നിൽ നീ കരുണയായിരിക്കേണമേ, കരുണയായിരിക്കേണമേ, എന്നിൽ നീ കരുണയായിരിക്കേണമേ.